മലപ്പുറം മൊറയൂർ VHM സ്കൂളിലെ അരിക്കടത്തിൽ സാമ്പത്തിക നഷ്ടം തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് കിലോയ്ക്ക് 37 രൂപ പൈസ നിരക്കിൽ 2,88,000 രൂപ അധ്യാപകരിൽ നിന്ന് ഈടാക്കാനാണ് ശുപാർശ. 7,737 കിലോ അരി കടത്തിയെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന് ലഭിച്ചു. ഉച്ചഭക്ഷണത്തിനുള്ള അരി സ്കൂളിൽ നിന്ന് കടത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. അഷ്കർ അലി കരിമ്പ വിശദാംശങ്ങളുമായി. അഷ്കറിലേക്ക് തിരിച്ചെത്താം. അഷ്കർ, വിശദാംശങ്ങളുമായി. അഷ്കർ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ രാത്രിയുടെ മറവിൽ അരിക്കടത്ത് നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം വാഹനത്തിലേക്ക് ചാക്കുകളിലായി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയ അരി കടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ തന്നെ വിവിധ വകുപ്പുകളുടെ അന്വേഷണം നടത്തിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് പുറമെ തന്നെ ധനകാര്യ പരിശോധന വിഭാഗം, മലപ്പുറത്തെയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ധനകാര്യ പരിശോധന വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിന് മേലാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ധനകാര്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്കൂളിൽ ഏകദേശം 7,737 കിലോയുടെ അരി മോഷണം നടന്നതായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ തോതിൽ അരി മോഷ്ടിച്ചിരിക്കുന്നു. അത് അധ്യാപകർ തന്നെ മോഷ്ടിച്ച് അരി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയെന്നുള്ള മൊഴിയാണ് ഈ പരിശോധനാ റിപ്പോർട്ടിലുള്ളത്. സ്വാഭാവികമായും ഇത് മോഷണം ഒരു ക്രിമിനൽ കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഈ അധ്യാപകർക്കെതിരെ ക്രിമിനൽ കുറ്റകൃത്യം അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനും ഈ ധനകാര്യ പരിശോധന വിഭാഗത്തിൻ്റെ ശുപാർശയുണ്ട്. ഇത് വകുപ്പ് മന്ത്രിക്കാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. വകുപ്പ് മന്ത്രി ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സ്വാഭാവികമായും ഈ അധ്യാപകർക്കെതിരെ ഇനി ക്രിമിനൽ നടപടി അനുസരിച്ചുള്ള നടപടികൾ കൂടി ഉണ്ടാകും. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ദിവസം 120 കിലോയിൽ താഴെ മാത്രമാണ് ഉച്ചഭക്ഷണത്തിന് അരി ആവശ്യമായുള്ളത്. പക്ഷേ അവിടുത്തെ രജിസ്റ്ററിൽ 170 കിലോ ഓരോ ദിവസവും ഉപയോഗിക്കുന്നു എന്നുള്ള കള്ളക്കണക്കുണ്ടാക്കിയാണ് ഇത്തരത്തിൽ ഒരു ദിവസം മാത്രം 50 കിലോയിലധികം അരി തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ്. പല ദിവസങ്ങളിലും കുട്ടികളുടെ എണ്ണത്തിന് വലിയ കുറവുണ്ടായിരുന്നെങ്കിൽ പോലും ആ ദിവസങ്ങളിലും 120 കിലോ എന്നുള്ള തോതിലാണ് ഇവിടുത്തെ 170 എന്ന തോതിലാണ് ഇവിടെ അരി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ 120 കിലോയിൽ കൂടുതൽ അരി വെക്കാനുള്ള പാത്രങ്ങൾ പോലും ആ വിദ്യാലയത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 4 അധ്യാപകർക്ക് നടപടി ഉണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ ശ്രീകാന്ത്, അതുപോലെ തന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ വിതരണ ചുമതല ഉണ്ടായിരുന്ന KC ഇർഷാദ് അലി, P ഭവനിഷ്, അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഈ അരി കടത്തിയെന്ന ആരോപണ വിധേയനായ കായികാധ്യാപകൻ TP രവീന്ദ്രൻ, ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെയാണ് നടപടി ഉണ്ടായിരുന്നത്. 4 പേർക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെയാണ് ഇപ്പോൾ ക്രിമിനൽ നടപടി കൂടി സ്വീകരിക്കണം, അവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി പോലീസിൽ നിന്നും നടപടി കൂടി വേണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ ധനകാര്യ വകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നു. എന്തായാലും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന ദൃശ്യങ്ങൾ സഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്യുന്നത്. ദൃശ്യങ്ങൾ സഹിതമുള്ള മാധ്യമങ്ങളുടെ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയതെന്നും ഈ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 7,000 വിശദാംശങ്ങൾ നൽകിയത്.